പയർവർഗ സസ്യങ്ങളുടെ വേരുകളിൽ റൂട്ട് നോഡ്യൂളുകൾ ഉണ്ടാക്കുന്ന റൈസോബിയം പോലുള്ള നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയകൾ വഴിയാണ് വളനിർമ്മാണം. അന്തരീക്ഷ നൈട്രജനെ അമോണിയയാക്കി മാറ്റുന്ന ബാക്ടീരിയകളാണ് ഈ മുഴകളിൽ അടങ്ങിയിരിക്കുന്നത്. അമോണിയ ചെടികൾക്ക് വളർച്ചയ്ക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു നൈട്രജൻ രൂപമാണ്. ലെഗ് ഹീമോഗ്ലോബിൻ എന്ന പിങ്ക് പിഗ്മെൻറ്റ് നോഡ്യൂളുകളിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് നൈട്രജൻ ഫിക്സിംഗ് എൻസൈമായ നൈട്രജനേസിനെ സംരക്ഷിക്കുന്നതിന് ഓക്സിജൻ്റെ അളവ് നിയന്ത്രിക്കുന്നു. സസ്യവും ബാക്ടീരിയയും തമ്മിലുള്ള പരസ്പര പ്രയോജനകരമായ ബന്ധത്തിൻ്റെ ഫലമാണ് നോഡ്യൂളുകൾ. സിംബയോസിസ് എന്ന് പറയാം. ബാക്ടീരിയകൾ നോഡ്യൂളുകൾക്കുള്ളിൽ ജീവിക്കുകയും ചെടിയിൽ നിന്ന് അഭയവും പോഷകങ്ങളും നേടുകയും ചെയ്യുന്നു. അതേസമയം ചെടിക്ക് നൈട്രജൻ വളം ലഭിക്കുന്നു. ബാക്ടീരിയ നിർമ്മിക്കുന്ന അമോണിയ പയർ ചെടി പ്രോട്ടീനുകൾ, ന്യൂക്ലിയിക് ആസിഡുകൾ തുടങ്ങിയ അവശ്യ സംയുക്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. നോഡ്യൂളുകളിൽ കാണപ്പെടുന്ന ലെഗ് ഹീമോഗ്ലോബിൻ പിഗ്മെൻറ്റ് അവയുടെ പിങ്ക് നിറത്തിന് കാരണമാകുന്നു. നൈട്രജനേസ് എൻസൈമിനെ നിർജ്ജീവമാക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി ഇത് ഓക്സിജനുമായി ബന്ധിപ്പിക്കുന്നു. അതേസമയം ബാക്ടീരിയയുടെ ശ്വസനത്തിന് ആവശ്യമായ ഓക്സിജൻ ഉണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു. സസ്യവേരുകൾ ഫ്ലാവനോയിഡുകൾ പുറത്തുവിടുന്നതോടെയാണ് പ്രക്രിയ ആരംഭിക്കുന്നത്. ഇത് റൈസോബിയം ബാക്ടീരിയയെ നോഡ് ഫാക്ടേഴ്സ് ഉൽപ്പാദിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഈ തന്മാത്രകൾ വേരിലെ രോമങ്ങൾ ചുരുളാൻ കാരണമാകുന്നു. ഇത് ബാക്ടീരിയകളെ വേരിലെ കോശങ്ങളിലേക്ക് പ്രവേശിച്ച് ബാധിക്കാൻ അനുവദിക്കുന്നു. ഇത് നോഡ്യൂളിൻ്റെ രൂപീകരണത്തിലേക്ക് നയിക്കുന്നു. ബാക്ടീരിയകൾ ഫിക്സ് ചെയ്യുന്ന നൈട്രജൻ മണ്ണിനെ സമ്പുഷ്ടമാക്കുന്നു. പയറുവർഗ സസ്യങ്ങൾ മണ്ണിലേക്ക് തിരികെ ഉഴുതുമറിക്കുമ്പോൾ ഭാവിയിലെ വിളകൾക്കായി അവ അതിനെ നൈട്രജൻ്റെ അളവ് മെച്ചപ്പെടുത്തുന്നു. ഈ സ്വാഭാവിക നൈട്രജൻ ഫിക്സിംഗ് കഴിവ് മൂലം മറ്റു പല വിളകളെയും അപേക്ഷിച്ച് പയർവർഗ്ഗങ്ങൾക്ക് കുറഞ്ഞ നൈട്രജൻ വളം മാത്രമേ ആവശ്യമുള്ളൂ. ഇത് സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിൽ അവയെ വിലപ്പെട്ടതാക്കുന്നു. സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്നാൽ പരിസ്ഥിതി സൗഹൃദ കൃഷി എന്നാണ് ഉദ്ദേശിക്കുന്നത്.